എന്താണ് ലക്ഷ്യം? ഈ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എവിടെ എത്തണമെന്ന ആഗ്രഹം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക സമ്പത്തുണ്ടാകണം, അത്യാവശ്യം ഒരു വലിയ ജോലി കിട്ടണം, വീട് വേണം, വാഹനം വേണം, മക്കളുണ്ടാകണം, പ്രശസ്തി ഉണ്ടാകണം. ഇങ്ങനെ ഈ ലിസ്റ്റ് ഒരു പക്ഷേ ഇനിയും നമുക്ക് വിപുലീകരിക്കാൻ കഴിയും. നമ്മൾ എങ്ങനെ പരിശോധിച്ചാലും ഇത്തരം ചില കാര്യങ്ങളാണ് ഒരു ലിസ്റ്റായി നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം, നമുക്ക് നല്ല വീട് വേണം, നമുക്ക് നല്ല വാഹനം വേണം, നമുക്ക് നല്ല പ്രശസ്തി വേണം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. ഇതെല്ലാം ലഭിച്ചു എന്ന് കരുതുക, അത് നിലനിൽക്കുമോ? അവിടെയാണ് പല വിഷയങ്ങൾ, നേരത്തെ ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളിലെല്ലാം ഒരുപക്ഷെ മറുവാദം പറയാൻ അതിന് പ്രസക്തിയില്ലെങ്കിലും ഒരുപക്ഷെ സാധിച്ചേക്കും. എന്നാൽ ലോകത്ത് തർക്കമില്ലാത്ത ഒരു വിഷയം, വാദപ്രതിവാദം ആവശ്യമില്ലാത്തൊരു വിഷയമുണ്ട്, അതാണ് മരണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇല്ല, മരിക്കില്ല എന്ന് പറയാൻ ഈ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയെന്ന് കരുതുക. എങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് മരിക്കില്ല, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വീട് തകർന്നു വീഴില്ല, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വാഹനം ഇല്ലാതാകുന്നില്ല, അതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് പിന്മാറുമ്പോൾ ഇവിടെയുള്ള ഈ സംവിധാനങ്ങളെല്ലാം മറ്റുള്ളവർ വീതിച്ചെടുത്ത് ഒരു പക്ഷേ നമ്മൾ നടത്തിയ കച്ചവടത്തെക്കാളും വലിയ കച്ചവടമായി, വലിയ സംരംഭമായി അത് മാറിയേക്കാം. അപ്പോൾ എന്തോ ഒരു പ്രശ്നം അവിടെ ഇല്ലേ? നമ്മൾ ഇവിടുന്ന് സമ്പാദിക്കുന്നതൊന്നും സ്ഥിരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ലെന്ന് സ്വന്തം മണിമാളികയുടെ മുമ്പിൽ മയ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കിടക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നു.